വിശ്വസിക്കുന്ന വേലായുധേട്ടൻ എന്ന് തന്നെ പറയാം. ഒരു പട്ടാളക്കാരനായി അതിനുശേഷം ഇത്രയും കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനെന്നും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനൊരു ഗുരുവായൂർ ഭക്തനാണ്, ഒരു മഹാദേവൻ്റെ ഭക്തനാണ്. രണ്ട് എക്സ്ട്രീംസാണ്. അപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ദൈവത്തിൻ്റെ മുന്നിൽ പോയിരുന്നുകൊണ്ട് മാത്രം നമുക്ക് സമ്പത്ത് വരില്ല, അഭിവൃദ്ധി വരില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഗുരുവായൂരിലിരിക്കുന്ന എത്രയോ ഭിക്ഷക്കാരുണ്ട്, അവരെന്തേ ഇതുവരെ നേരെ ഭാഗത്ത് ഡെയിലി കാലത്തോടെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലുണ്ടല്ലോ. അവിടെയാണ് ഇതുപോലുള്ള വ്യക്തിത്വങ്ങൾ തുടങ്ങുന്നത്. തൻ്റെ കർമ്മം, ഞാൻ നിശ്ചയിച്ച കർമ്മം നീ പോയി ചെയ്യുക, അവിടെയാണ് എന്നിലോട്ടുള്ള വഴി എളുപ്പമാവുന്നതെന്ന് വിശ്വസിക്കുന്ന ആ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന അതാണ്. അല്ലാതെ നമ്മളവിടെ പോയിരുന്നിട്ട് കുറേ ആൾക്കാരെ കാണാം, ഈ സെലിബ്രിറ്റീസിനെയൊക്കെ എനിക്ക് കാണുമ്പോൾ പുച്ഛം തോന്നും. ഓണത്തിനൊന്നൊരു വാഴക്കുലയും കൊണ്ട് അവിടെ ചെല്ലും. വേറെ ഏതാണ് അത് ഇത്രയും തിരക്കുള്ളപ്പം ഈ തിരക്കിനൊക്കെ മാറ്റി VIP ദർശനം നടത്തിയിട്ട് വാഴക്കുലയും കൊണ്ടവിടെ വയ്ക്കും. എന്നിട്ട് അടുത്ത പടം പൊട്ടിപ്പോകുന്നുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുമ്പോഴും പലപ്പോഴും ഞാൻ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ട് പോരാറുണ്ട്. ഈ ക്രൗഡ് കാണുന്ന സമയത്ത് എനിക്കെന്നൊരു നാണക്കേട്, എന്നോട് കൂടെ കട്ട് ചെയ്തിട്ടാണ് പോകാനുള്ളത്. പക്ഷെ ആ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കർമ്മങ്ങളാണ്. താൻ ചെയ്യുന്ന കർമ്മമാണ് തന്നെ ദൈവത്തിലോട്ട് അടുപ്പിക്കുന്നെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയും. അതുകൊണ്ടാണ് വേലായുധേട്ടനെ പോലുള്ള ആളുകൾ ഈ ഒരു ഇത്രയും വെറൈറ്റീസ് ഓഫ് പ്രൊഫഷൻസ്. ഞാനെപ്പോഴും എന്നെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. മേജർ രവി റിട്ടയർഡ് ബട്ട് നോട്ട് ടയർഡ്. മേജർ രവി റിട്ടയർഡാണ്, പക്ഷെ ഞാൻ ക്ഷീണിതനല്ല, ഇനിയും ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കും. അതാണ് മേജർ രവി എന്നുള്ള വ്യക്തി. നമ്മുടെ കർത്തവ്യം അങ്ങനെ ആയിരിക്കണം, പണി ചെയ്തുകൊണ്ടിരിക്കും. അത് ദൈവികമായിട്ടും മാനുഷികമായിട്ടും നമ്മൾ ചെയ്യുന്ന സമയത്താണ് ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. യെസ്, ഇവനത് ചെയ്യുന്നുണ്ട്, ഇന്നത് ചെയ്യുന്നുണ്ട്. എൻ്റെയൊക്കെ പ്രൊഫഷൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 3 പ്രൊഫഷൻ നോക്കിയിട്ടുള്ളൂ. അദ്ദേഹം ഇപ്പം കേട്ടിടത്തോളം നാട് വിട്ടുകൂടി പോയി കോയമ്പത്തൂർ, അത് കഴിഞ്ഞ് മെട്ടുപ്പാളയം. ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും തോറ്റ് നാട് വിട്ടുകൂടി പോയിട്ടുള്ള വ്യക്തിയാണ് പട്ടാമ്പിയിൽ. പിന്നെ വീട്ടിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് 3 ദിവസം പട്ടിണി കിടന്നപ്പോഴാണ് അറിയുന്നത് എൻ്റെ അമ്മ പാവം ചാപ്പാട് കഴിക്കാൻ പറഞ്ഞ സമയത്ത് ദേഷ്യപ്പെട്ട് തട്ടി മാറ്റിയിട്ടുള്ള കപ്പ് ഓർമ്മ വന്നു. കാരണം വിശപ്പ് അന്നാണ് അറിയുന്നത്. അമ്മമാർ സ്നേഹത്തോടുകൂടി തരുന്ന സമയത്ത് കുട്ടിയായിരുന്ന എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ പട്ടിണി കിടന്നപ്പോൾ മനസ്സിലായി പട്ടിണിയുടെ ഭീകരാവസ്ഥ എന്താണെന്നുള്ളത്. പിന്നീട് ഒരു പട്ടിണി കിടക്കുന്നതിനെ കാണുന്ന സമയത്ത് ആ മനുഷ്യത്വൻ എൻ്റെ ഉള്ളിൽ ഉണരാറുണ്ട്. പല ദാനധർമ്മങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. ഇത് ചെവി അറിയാതിരിക്കാൻ നോക്കും പലതും. പക്ഷെ അത് അറിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ എവിടെയെങ്കിലുള്ള ആൾക്കാരൊക്കെ വിളിയാണ് വരും. പക്ഷെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അദ്ദേഹത്തിന് ഈ ഒരു ലെവലിൽ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കർമ്മമാണ്. ഇതിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും പഠിക്കേണ്ട കാര്യമാണ്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യും. അത് ഏത് കർമ്മം മുന്നിൽ വന്നാലും ശരി, അത് ചെയ്തിരിക്കണം. ഒരു പട്ടാളക്കാരനായി ജോലി ചെയ്തിട്ടുള്ള ഞാൻ പലയിടത്തും എനിക്ക് ഷൂ പോലും പോളിഷ് ചെയ്ത് വന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ജോലിയായിരുന്നു. പക്ഷെ അന്ന് വാശിയെടുത്തു ആ ഷൂസ് ഞാനിടും ഒരു ദിവസം. അങ്ങനെയാണ് 3ാമത്തെ വർഷത്തിൽ ഈ 10ാം ക്ലാസ് തൊട്ട് ഞാൻ 10ാം ക്ലാസ്സും പാസ്സായി, പ്രീ-ഡിഗ്രിയും പാസ്സായി, BA ഫസ്റ്റ് ഇയറും പാസ്സായി, ഓഫീസേഴ്സ് റാങ്ക് ഓഫീസേഴ്സിൻ്റെ ടെസ്റ്റും പാസ്സായി. 3.5 വർഷം കഴിഞ്ഞാൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ഓഫീസർ കേഡറ്റായിട്ട് ജോയിൻ ചെയ്തത്. ബിക്കോസ് യുവർ ഹാർഡ് വർക്ക്, ഗോഡ് ഈസ് സപ്പോർട്ടിങ് യു. അല്ല ഞാൻ എന്നും പറഞ്ഞിട്ട് ദൈവം എന്നെ രക്ഷിക്കണോ, അത് കഴിഞ്ഞു. പിന്നെ യു ഡു യുവർ വർക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ 84ാമത്തെ വയസ്സിലും ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഞാനൊക്കെ അതുവരെ എത്തുമ്പോഴത്തേക്കും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നുള്ള പോലെ എനിക്കറിയില്ല. എനിക്കുണ്ട് ഒരു 10-15 വർഷമായിട്ടാണ് ഏട്ടൻ്റെ പ്രായത്തിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അന്ന് ഏട്ടൻ എൻ്റെ 84ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഏട്ടൻ പറഞ്ഞ കൊടുത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അധികം ഞാൻ സംസാരിക്കില്ല, ഞാൻ കുറച്ച് വറീഡാണ്. ഞാൻ വന്നിരിക്കുന്ന വയനാട്ടിലാണ്. ഇന്ന് കാലത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു. നിങ്ങളുടെ സംഘാടകർ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, ചില സമയത്ത് തെറ്റിപ്പോകുന്നതാണ്. ഞാൻ അവിടുന്ന് ആ പ്രോഗ്രാം 10 മണിക്ക് ക്യാൻസൽ ചെയ്ത് 5 മണിക്ക് ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ സംസാരം കഴിഞ്ഞാൽ ഒരാളോട് യാത്ര പറയില്ല, പെട്ടെന്ന് ഇറങ്ങി നടന്നെങ്കിൽ ഞാനങ്ങ് പോകും. എനിക്ക് അവിടെ എത്തണം. അത് കഴിഞ്ഞ് കാലത്ത് എനിക്ക് ഷൂട്ടിനും വേണ്ടി പളയത്ത് എത്തണം. വയസ്സ് 68ആയി, ഓടി എത്തണ്ടേ. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതുപോലെ കട്ടയ്ക്ക് എൻ്റെ 84ാമത്തെ ഞാൻ നിൽക്കുകയാണെങ്കിൽ 84ാമത്തെ വർഷത്തിൻ്റെ പിറന്നാൾ
അന്ന് അദ്ദേഹത്തിനെ നിങ്ങൾ ഓർക്കണം. ഞാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ വിളക്ക് കൊടുത്തിട്ട് അത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ അദ്ദേഹത്തിന് സർവേശ്വരൻ ആയുസ് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ആൾ.